പുതുപ്പള്ളി പള്ളിയിൽ വാഴും ആലംബദായകനേ, പുതുപ്പള്ളി പള്ളിയിൽ വാഴും ആലംബദായകനേ, വാഴ്ത്തുന്നു നിൻ തിരുനാമം വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനെ, വാഴ്ത്തുന്നു നിൻ തിരുനാമം വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനെ, പുതുപ്പള്ളി പള്ളിയിൽ വാഴും ആലംബദായകനേ. ചേപ്പാടെടത്വായിടപ്പള്ളി നിൻ ദിവ്യ സന്നിധി, നേർച്ചയുമായി വരും ഞങ്ങളെ എന്നാളും കാത്തരുളുന്നവനേ, നേർച്ചയുമായി വരും ഞങ്ങളെ എന്നാളും കാത്തരുളുന്നവനേ, നിന്റെ പ്രാർത്ഥന നിത്യം ഞങ്ങൾക്കനുഗ്രഹമാകണമേ, നിന്റെ പ്രാർത്ഥന നിത്യം ഞങ്ങൾക്കനുഗ്രഹമാകണമേ, പുതുപ്പള്ളി പള്ളിയിൽ വാഴും ആലംബദായകനേ. കുന്നം പള്ളിയിൽ ചന്ദന പള്ളിയിൽ ചെന്നിത്തല പള്ളിയിൽ, തിന്മകൾ മാറ്റിയും നന്മകൾ നൽകിയും വാണരുളുന്നവനേ, തിന്മകൾ മാറ്റിയും നന്മകൾ നൽകിയും വാണരുളുന്നവനേ, നിന്റെ പ്രാർത്ഥന നിത്യം ഞങ്ങൾക്കനുഗ്രഹമാകണമേ, നിന്റെ പ്രാർത്ഥന നിത്യം ഞങ്ങൾക്കനുഗ്രഹമാകണമേ, പുതുപ്പള്ളി പള്ളിയിൽ വാഴും ആലംബദായകനേ, പുതുപ്പള്ളി പള്ളിയിൽ വാഴും ആലംബദായകനേ, വാഴ്ത്തുന്നു നിൻ തിരുനാമം വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനെ, വാഴ്ത്തുന്നു നിൻ തിരുനാമം വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനെ, പുതുപ്പള്ളി പള്ളിയിൽ വാഴും ആലംബദായകനേ.
ഏഞ്ചൽ എണീക്ക് മോളെ. അമ്മ എന്ത് പണിയാ കാണിച്ച? എന്തിനാ മോളെ ഇപ്പൊ വിളിച്ച? എന്തേ വാവയുടെ ഉറക്കം പോയോ? അതല്ല, മോള് കാണാറുള്ള സ്വപ്നമില്ലേ? ഏത്? വെള്ളക്കുതിരയിൽ പാഞ്ഞു പോകുന്ന ആ രാജകുമാരനെയോ? ആ മമ്മി, ഇന്ന് ശരിക്കും മോഹം കാണാൻ പറ്റിയാനെ. സൺഡേ സ്കൂളിലെ ബുക്കിലില്ലേ മീൻ കിട്ടാതെ പറഞ്ഞ ശിഷ്യന്മാർക്ക് മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടത്? അതുപോലെ കൈനീട്ടി തൊടാൻ അത്ര അടുത്ത്. രാജകുമാരൻ എത്തിയപ്പോഴേക്കും ശക്തമായൊരു കാറ്റ് ഉടുപ്പിന്റെ ഒരു ഭാഗം പറന്ന് മുഖത്തേക്ക് വീണു. അത് മാറ്റാൻ തുടങ്ങിയപ്പോഴാ മമ്മി ഒന്ന് വിളിച്ചത്. സോറിയുടെ കുട്ട, മമ്മി അറിയാതല്ലേ. സാരമില്ല, മോൾ ഈശോയോട് നന്നായി പ്രാർത്ഥിച്ച അതാരാന്ന് ഈശോ വെളിപ്പെടുത്തി തരും. ഇനി മോക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം മമ്മി പറയട്ടെ. പപ്പ ഇന്ന് പുതുപ്പള്ളിയിൽ പെരുന്നാളിന് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. മോള് വേഗം കുളിച്ച് റെഡിയായാൽ നമുക്ക് വേഗം പോവാം. മമ്മി, പെരുന്നാൾ പള്ളി കാണാൻ നമുക്ക് കൊതിയാവുന്നു. മമ്മി, ഈശോയുടെ പെരുന്നാളാണോ? അല്ലല്ലോ, ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഗീവർഗീസ് സഹതയുടെ തിരുനാളാ. ആ പുണ്യവാന്റെ നേർച്ചക്കൊഴിക്കാ മമ്മിയുടെ പുന്നാര നിത്യം തീറ്റം വെള്ളം കൊടുത്തിരുന്നത്. ഇന്ന് നമുക്ക് അവന് പള്ളി കൊടുക്കാം. മോള് കൊടുത്തോളാം. പുണ്യാളന്റെ കൊഴിയും മോള് കൊടുത്തോളാം. സമ്മതിച്ചു. മമ്മിയുടെ മോള് വേഗം പോയി കുളിച്ചിട്ട് വരൂ. തിരക്ക് കൂട്ടണ്ട മോളൂ, നീ വന്നിട്ടേ പപ്പ കാപ്പി കുടിക്കൂ. പുണ്യാളന്റെ കോഴി. കൊട്ടാരം പറഞ്ഞ വീട് പണിതിട്ട് നാട്ടുകാരുടെ ഞങ്ങള് ഒന്നും ചെയ്യില്ല, ഞങ്ങള് പൈസ തരാം. എല്ലായ്മ പറഞ്ഞ് കണ്ണീരൊഴുക്കിയും വാക്കുറപ്പിച്ച് എന്റെ കീശക്കിടക്കണ കായ എണ്ണി വാങ്ങിച്ചിട്ട് അവസരം വാക്ക് മാറ്റി അടവിച്ച് ചെല്ലല്ലോ. ഇടിതേ ഈ ചങ്കിലെ ചോരൊപ്പിച്ച് മണ്ണിൽ ചവിട്ടി തൂക്കിട്ട് പണവും പലിശയൊക്കെ തിരിച്ചു തരാത്തവർക്കുള്ള ടെസ്റ്റോസ് ആണ് ഇത്. വാക്ക് വെക്കില്ല അതിനെ. അതെ മോളെ, ഇത് പുണ്യവാളച്ചനുള്ളത് തന്നെയാ. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ രക്ഷിക്കണെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഓടി വരുമ്പോ സഹായിക്കുന്നേ ഞാനേ. മോള് പറഞ്ഞ പുണ്യവാളച്ചനെ പോലൊരു പുണ്യവാളച്ചൻ തന്നെയാ. അങ്ങനെ വരുമ്പോ ഈ കോഴി എനിക്കുള്ളതല്ലേ. പലിശക്കാരനെ പണം കടം വാങ്ങിക്കുന്ന ഓരോരുത്തരും പലിശക്കാരന്റെ നേർച്ചക്കോഴികൾ തന്നെയാ. വെള്ളത്തിലെടുത്താ ഇതുപോലെ പെട്ടപ്പിച്ച് കൊന്നുകളയും ഞാൻ. എന്റെ ദൈവമേ, എത്ര നാളായി ഈ കഷ്ടപ്പാടും ദുരിതവും. എന്തിനാ ഞങ്ങളെ വീണ്ടും സങ്കടങ്ങളുടെ കയത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത്? ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ദൈവം മനുഷ്യരെ ദുഃഖത്തിന്റെ മഹാസാഗരത്തിലേക്ക് തള്ളിവിടുന്നത് മുക്കിക്കൊല്ലാനല്ല, മറിച്ച് ശുദ്ധീകരിക്കാനോ.
പണം സത്യമുള്ളതാ. അത് വെച്ച് കളിച്ച ആരായാലും അനുഭവിക്കും. രക്തയാണല്ലേ കടിച്ചത്. രോമകൂപങ്ങളിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ടെന്നാ കേട്ടത്. ഇത് പറഞ്ഞാൽ ഈശ്വരൻ നേരുള്ളവനാണ്. ജീവിക്കുന്നതാരും വലിയ സംശയം. സ്നേഹവാനായ യേശുനാഥ, കൈക്കരുത്ത് കാട്ടി നേർച്ചയുമായി ഓടിമറഞ്ഞ് അപകടം പറ്റിയ ആ അങ്കിളിന് സൗഖ്യം കൊടുക്കണേ, സൗഖ്യം കൊടുക്കണേ. ഏഞ്ചൽ മോളെ, ഏഞ്ചൽ, ഏഞ്ചൽ, മോളെ ഏഞ്ചൽ. ഞാൻ കണ്ടു, ശരിക്കും കണ്ടു. കുരിശു വരച്ച് പ്രത്യക്ഷനായ ആ യോദ്ധാവ് ആരെന്നറിയാമോ? ജീസസിന്റെ പേരുള്ള പുണ്യാളനില്ലേ, ഈ വർഗീയ സഹദ. ഓ ജീസസ്, ആ വിശുദ്ധനാ. എന്തൊരു തേജസ്സാ ആ മുഖത്തിന്. ആ വിശുദ്ധനെ ദൈവവേലയ്ക്കായി യേശുനാഥൻ ആദ്യം പറഞ്ഞയച്ച ആ ഗ്രാമമില്ലേ, സഹദായുടെ പാദം പതിഞ്ഞ പുണ്യഭൂമിയായ സെലീന ഗ്രാമം, ആ കഥകൾ ഉറങ്ങുന്ന ഗ്രാമത്തിലേക്ക്, ആ കഥകളിലേക്ക് വിശുദ്ധൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ സൈന്യത്തിൽ പുതുതായി ചേർന്ന ആ പയ്യനെ നിങ്ങൾ പരിചയപ്പെട്ടോ? പരിചയപ്പെട്ടു. പേര് ഗീവർഗീസ്. അല്ല, ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ. ഒരു പട്ടാളക്കാരന്റെ കയ്യിൽ എപ്പോഴും കരുതി വെക്കേണ്ടത് എന്താ? ആയുധം, വാളും പരിചയം പോലുള്ള ആയുധം. ഏത് നിമിഷവും ശത്രുവിനെ വെട്ടി വീഴ്ത്താൻ. അല്ലാതെ എന്നാൽ ആ പയ്യൻ ഇതൊന്നും അല്ല കൊണ്ടു നടക്കുന്നത്. വേദച്ചുരുളാണ്, വേദച്ചുരുൾ. അതെങ്ങനെയെന്ന് തനിക്ക് തിരിച്ചു വയ്ക്കാൻ മേലായിരുന്നോ? ചോദിച്ചു, അപ്പം തന്നെ ചോദിച്ചു. അന്നേരം കൈ മുറുകെ പിടിച്ചിരുന്ന വേദച്ചുരുള് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നിട്ട് ഇതിൽ യേശുനാഥൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വാളുണ്ട്, അതെടുത്ത് പോരാടാൻ പോയി. ഒരു ദിവസം അവൻ എന്നോടും ചോദിച്ചു, ദൈവഹിതം ആരാഞ്ഞിട്ടാണോ ശത്രുവിന് നേരെ കരം ഉയർത്തുന്നതെന്ന്. രക്തം കിരിയാതെ ശത്രുവിനെ വെട്ടിവീഴ്ത്തുന്ന വിദ്യ അറിയാവുന്ന എന്നോടും ചോദിച്ചു. ഞാൻ ആ പുസ്തകം അരിച്ചു നോക്കിയിട്ട് ഒരായുധം പോലും കാണില്ല. അന്നേരം ചിരിച്ചോണ്ട് ആ പയ്യൻ പറയുക, ഇരുതല്ലം മൂർച്ചയുള്ള വാളാണ് വചനം. ആ വാള് ശത്രുവിന്റെ ഹൃദയത്തെ സ്പർശിക്കുമാർ പ്രഘോഷിച്ച ആ മാത്രയിൽ തന്നെ സ്നേഹിതനാക്കി കീഴടക്കാൻ കഴിയൂ അത്രേ.
അവൻ ദൈവം തമ്പുരാനെ നോക്കി നടക്കുക. നല്ലൊരു ചെറുപ്പക്കാരൻ കൂടാരത്തിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാനുള്ളതിന് അവൻ കേറ്റം കയറി മലമുകളിലേക്ക്. അയ്യോ പോയിക്കോട്ടെ. പിന്തിരിപ്പിക്കാൻ ചെന്നാലേ അവൻ നമ്മളെ മലയെ വിളിക്കും. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവവും കർത്താവും രാജാവുമായ സ്വർഗസ്ഥനായ എന്റെ പിതാവേ, ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട് നാശോന്മുഖമായ ആഗ്രഹങ്ങളെ വിട്ടെറിഞ്ഞ് അങ്ങ് ദാനമായി തന്ന ഈ ദിനത്തിൽ അവിടുത്തോട് ചേർന്ന് ആരാധിക്കുവാൻ ഈ സമയമൊരുക്കിത്തന്ന എന്റെ ദൈവത്തിന് നന്ദി, നന്ദി. യേശുനാഥ നന്ദി. ഗീവർഗീസേ, ഉണരൂ, ഉണർന്നെഴുന്നേൽക്കൂ. നിന്റെ പ്രാർത്ഥനയിലും പ്രതി നീ സഹിക്കുന്ന പരിഹാസങ്ങളിലും ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് പ്രവർത്തിക്കുവാനുള്ള സമയമിതാ ആഗതമായിരിക്കുന്നു. നീ ഉടൻ തന്നെ സെലീന എന്ന ഗ്രാമത്തിലേക്ക് പോവുക. അവിടെ വചനം പ്രഘോഷിച്ച് ആ ജനതയെ മാനസാന്തരപ്പെടുത്തി പരസ്പര സ്നേഹം വളർത്തി എളിമപ്പെടാൻ പഠിപ്പിക്കുക. എന്റെ ജനമേ, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കും. ദുരാശകളും ജഡികമോഹങ്ങളും ഉപേക്ഷിച്ച് സ്വയം പരിത്യജിച്ച് യേശുവിന്റെ തൃക്കരങ്ങളിൽ നിന്ന് കുരിശുകൾ ഏറ്റുവാങ്ങി അവയെ ആശ്ലേഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവന്റെ മുന്നിൽ സ്വർഗരാജ്യത്തിന്റെ കവാടം തുറക്കപ്പെടും. സകല പാപങ്ങളിൽ നിന്നും ദൈവം അവനെ കാത്തുകൊള്ളും. ആ ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിച്ച് അനുതാപത്തോട് പ്രാർത്ഥിക്കാം. ക്ഷമയ്ക്ക് കീഴടങ്ങുകയാണ് ക്രിസ്തീയതയുടെ മഹത്വം. നമ്മെ മുറിവേൽപ്പിക്കുന്ന ശത്രുവിനെ മിത്രമാക്കാനുള്ളൊരു പ്രതിരോധ ആയുധമാണിത്. മറിച്ച് വൈരാഗ്യ ചിന്ത പൈശാചികമാണ്, ക്ഷമ ദൈവികവും. കാരണം ദൈവം ക്ഷമയുടെ ഉറവിടമാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവവരപ്രസാദവും നിത്യരക്ഷയും കൈവരിക്കാൻ കഴിയും. ഹേ സൈന്യാധിപ, നിർത്ത്. രാജസേനയിലെ അംഗമാണെന്ന് കരുതി എന്തും വിളിച്ചു കൂവിയാൽ ഞങ്ങൾക്ക് തടയേണ്ടി വരും. നാട് വഴിക്ക് ചുങ്കം കൊടുത്ത് ആ തിരുമനസിന്റെ അറിവോട് നടന്ന കച്ചവടമാണിത്. അടിമക്കവാടത്തിന്റെ മുമ്പിൽ നിന്ന് വാചക കസർത്ത് കാട്ടി കച്ചവടം മുടക്കാതെ കുതിരയെ മഴിച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. എന്റെ സഹോദരന്മാരെ,
പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഇനിയും ഈ വാക്കുകൾ അവഗണിച്ചാൽ സത്യമായും ദൈവകോപത്തിനിരയായി ഈ നാട് നശിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഉദ്ധാനം ചെയ്ത് ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കാം. കവലകൾ തോറും തമ്പേർ മുഴക്കി വിളിച്ചു പറഞ്ഞത് നീ പറഞ്ഞ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനല്ല, മറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന ഡയോക്ലീഷ്യൻ ചക്രവർത്തി ആരാധിക്കാനാണ്. അങ്ങനെ വരുമ്പോൾ നിന്റെ വാക്കുകൾ ശരിക്കും രാജനിന്ദയാണ്. നമുക്കിത് അധികാരികളെ അറിയിക്കാം. അവരിവനെ തുറുങ്കിലടയ്ക്കട്ടെ. എത്ര കരുതലോടെയാണ് പ്രകൃതി ഈ കുടിനീർ തടാകം നൽകി ഗ്രാമവാസികളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ശരിയാ, നമ്മുടെയൊക്കെ ജീവൻ നീരുറവയാ ഈ തടാകം. മരണത്തിന്റെ മുകളിൽ വീണ് ഭയാനകമായ അന്തരീക്ഷം. വല്ലാത്തൊരു ശബ്ദം. ഈ തടാകം എന്റെ അധീനതയിലാണ്. നീ എന്റെ ഇരയും, നീ എന്റെ ഇരയും. ട്രീസ, ട്രീസ, ട്രീസ! ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല. ഒപ്പം നടക്കുന്നവരെ നാളെ കണ്ടെന്നും വരില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോ ഭയം തോന്നുക. ആ ഭീകര സത്വം എന്തൊക്കെ വിപത്തുകളാണ് ചെയ്തു കൂട്ടുന്നത്. ആ ക്ഷുദ്രജീവിയുടെ വളർച്ച തടഞ്ഞില്ലെങ്കിൽ ഈ ഗ്രാമം നശിക്കും. ജീവിത തുടിപ്പിനായി ജലമേകുന്ന മുഖാമുഖം അടച്ച അതിന്റെ വാസം. ചിറക് വിരിച്ചിടിവാള് പോലെ പറക്കാനും വാ തുറന്ന് തീ തുപ്പാനും കഴിവുള്ള സത്വം നമ്മുടെ കൂട്ടരെയെല്ലാം കൊന്നൊടുക്കുകയാണ്. ആ ഘോര സർപ്പത്തിന്റെ വിഷമായി വെറ്റ് എത്രയെത്ര കുടുംബങ്ങൾ അനാഥമായത്. നാടെങ്ങും ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ദീനരോധനം മുഴങ്ങുകയാണ്. സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തിയ
ഭീകര സത്യത്തിൽ നിന്നും ഈ നമുക്കൊരു മോചനമില്ല. എല്ലാം നമ്മളുടെ ചെയ്തികളുടെ ഫലം. നമ്മൾ അറിയാതെ സത്വം നമ്മളിലൂടെ ഈ ഗ്രാമത്തോളം വളർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ തെരുവോരങ്ങളിലും മൈതാനങ്ങളിലും പ്രഘോഷിച്ചു നടന്ന ആ തേജസ്വിയായ യുവാവിനെ? അയാൾ പറഞ്ഞത് അത്ര സത്യമായിരുന്നു. അയാളുടെ വെളിപ്പെടുത്തലുകൾ നമ്മൾ അവഗണിക്കരുതായിരുന്നു. ആ സത്യം വിളിച്ചവനെ നമ്മൾ ആട്ടി പായിച്ചില്ലേ? അതിന്റെ ശാപമായതൊക്കെ. ശ്രേഷ്ഠ പുരോഹിതന്മാരെയും വചനപ്രഘോഷകരെയും വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ. ഇനി നമ്മൾ എന്ത് ചെയ്യും? സംഘടന നാടുവഴി അറിയിക്കാം. ശരിയാ ശരിയാ, നമുക്ക് നാടുവഴി അറിയിക്കാം. തിരുമനസേ, ഈ ഗ്രാമത്തിന്റെ സന്തോഷം കെടുത്തി സ്വൈരവിഹാരം നടത്തുന്ന ആ സത്വത്തിന്റെ ചെയ്തികളോർത്ത് അങ്ങിങ്ങനെ ആകുലപ്പെടാതെ. എങ്ങനെ ആകുലപ്പെടാതിരിക്കും? 2 നാളായി മനസ്സിൽ അശുഭ ലക്ഷണങ്ങൾ മാത്രമാണ് തെളിഞ്ഞു വരുന്നത്. വന്ദനം തിരുമനസേ. കാര്യങ്ങൾ അറിയാൻ നമുക്ക് തിടുക്കമായി മന്ത്രി. സെലീന ഗ്രാമത്തിൽ ആധിപത്യം ഉറപ്പിച്ച് ഗ്രാമവാസികളെ കൊന്നൊടുക്കുന്ന ഭീകര സത്വത്തെ പിടിച്ചുകെട്ടി തിരുമനസിന് മുന്നിൽ കൊണ്ടുവരുവാൻ യുദ്ധവീരന്മാരായ സൈനികരെയാണ് നാം അയച്ചിരിക്കുന്നത്. എന്നിരുന്നാലും തിരുമനസ് പൊറുക്കണം. ഗ്രാമവാസികളെല്ലാം ഭയത്തിന്റെ നിഴലിലാണ്. അങ്ങേ മുഖം കാണിക്കാൻ കൊട്ടാരമുറ്റത്ത് കാത്തു നിൽക്കുന്നു. അങ്ങ് വന്നാലും. തിരുമനസേ, അടിയങ്ങളുടെ സങ്കടം. നമ്മുടെ പ്രജകളെ, നമ്മുടെ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും 7 നാളായി പിച്ചിച്ചീന്തി സ്വൈരവിഹാരം നടത്തുന്ന ഘോര സർപ്പത്തെ വെട്ടിവീഴ്ത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എറിയുവാൻ നമ്മളുടെ സൈന്യത്തിലെ കരുത്തായ ഭടന്മാരെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തോടെ അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകുകയും. ഗുരുവന്ദനം. അങ്ങയുടെ ആഗമന ഉദ്ദേശം അറിയുവാൻ നമ്മുടെ മനസ്സ് വെമ്പൽക്കൊള്ളുന്നു. അങ്ങയുടെ രാജ്യത്തിനുമേൽ പ്രപഞ്ചശക്തികൾ കോപിച്ചിരിക്കുന്നു. ഗ്രാമവാസികളെ പിച്ചി ചീന്തുന്ന ആ സത്വം ഇപ്പോഴിതാ അതിശക്തരായ അങ്ങയുടെ ഭടന്മാരെയും കൊന്നൊടുക്കുകയാണ്.
വാസനാമൂർത്തിയെ ആവാഹിച്ച മാന്ത്രിക ദണ്ടുകൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ സർപ്പമേ, നിനക്കിവിടെ എന്ത് കാര്യം? എന്തിനീ നാശം വിതയ്ക്കുന്നു? ഇത് നമ്മുടെ രാജ്യമാണ്. ഇതിപ്പോൾ എന്റെയും രാജ്യമാണ്. നിന്റെ പ്രജകൾ എന്റെ ഭക്ഷണവും. അത് നാം അനുവദിക്കില്ല. നീ എത്രയും വേഗം ഈ ഗ്രാമം വിട്ടു പോകണം. ഇവിടെ വിഹരിക്കുന്നതിന് നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. എന്നെ തുരത്താനോ നിയന്ത്രിക്കാനോ കഴിവുള്ള ഒരു ശക്തിയും ഈ ഗ്രാമത്തിലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടം വിട്ട് പോവുകയുമില്ല. ഈ ഗ്രാമം ഭരിക്കുന്ന രാജാവിനോടാണോ നിന്റെ ധിക്കാരം? നിന്നെ നാം നാം എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് നീ തരുമെങ്കിൽ, ഒരു ഉടമ്പടിയിൽ എത്തുമെങ്കിൽ പിന്നെ എന്റെ ശല്യം ഉണ്ടാവില്ല. ശരി, എന്താണ് നിന്റെ ആവശ്യം? എന്റെ വിശപ്പടക്കാൻ വേണ്ട ആടുകളെയും ദിവസേന ഓരോ കന്യകയെയും ഗുഹാമുഖത്ത് എത്തിച്ചു തരുമെങ്കിൽ നാശം വിതയ്ക്കാൻ ഞാൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങില്ല. എന്ത്? കന്യകയോ? അത് നടക്കില്ല. എങ്കിലൊരു ഉടമ്പടിക്ക് ഞാനുമില്ല. എനിക്കാവശ്യം കന്യകയുടെ രക്തമാണ്. നീ അത് നൽകിയില്ലെങ്കിൽ നിന്റെ ഗ്രാമത്തിലേക്ക് ഞാൻ ഇറങ്ങും. പ്രഭു, ഈ അവസരത്തിൽ അവന് വഴങ്ങുന്നതാണ് ഉചിതം. മോചനത്തിനുള്ളൊരു പോംവഴി നമുക്കുടനെ കണ്ടെത്താം. ശരി, ദിവസേന എന്നുള്ളത് അംഗീകരിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ നിനക്കായി ഒരു കന്യകയെ നാം തന്നിരിക്കും. ഇനി നീ ഗുഹാമുഖത്ത് നിന്ന് പുറത്തേക്ക് വരാൻ പാടില്ല. ഇത് നമ്മൾ തമ്മിലുള്ള ഉടമ്പടിയാണ്. ഉടമ്പടി അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഉടമ്പടി തെറ്റിച്ചാൽ അത്യുന്നതങ്ങളിൽ വാഴുന്ന സ്വർഗസ്ഥനായ എന്റെ പിതാവേ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം വചനം പ്രഘോഷിക്കുന്നതിന് എന്നെ വേദനിപ്പിക്കുന്ന എന്റെ സൈനിക സഹോദരങ്ങളോട് പൊറുക്കേണമേ. തുടർന്നും വചനപ്രഘോഷണത്തിലൂടെ ഗ്രാമീണരെ മാനസാന്തരപ്പെടുത്തി അങ്ങയോട് ചേർക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. അത്യുന്നതങ്ങളിൽ വാഴുന്ന തമ്പുരാനെ, എന്നെ പരിഹസിക്കുന്ന ഈ സഹോദരങ്ങളോട് പൊറുക്കേണമേ. ഗ്രാമവാസികളെ, നിങ്ങളുടെ സങ്കടത്തിന് കാരണമായ ഘോരസർപ്പത്തിന്റെ ചെയ്തികൾ നാം അറിയുന്നു. അതിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാനുള്ള കരുത്ത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിനില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഒന്ന് മാത്രം. തിരുമനസ്സുകൊണ്ട് അതെന്താണെന്ന് അരുളി ചെയ്താലും ഓരോ ഗ്രാമവാസിയും തങ്ങളുടെ വിഹിതം സർപ്പത്തിനായി മാറ്റിവെക്കണം. തിരുമനസേ, അടിയങ്ങൾക്കൊരു സംശയമുണ്ട്. മനുഷ്യരെ വിഴുങ്ങുന്ന ആ സത്വത്തിന് അടിയങ്ങൾ എന്താണ് നൽകേണ്ടത്? ഇഷ്ട ആഹാരത്തിന് പുറമെ ആഴ്ചതോറും ഒരു കന്യകയെ ബലിയായി നൽകണം. തിരുമനസേ, ഇതെന്തൊരു നീതി! അവിടുന്ന് ഭരണം നടത്തുമ്പോഴും സ്ത്രീകൾക്ക് സംരക്ഷണവും സമാധാനവും ഇല്ലെന്നോ? മനുഷ്യനെ ബലി കൊടുത്ത് മനുഷ്യനെ രക്ഷിക്കുന്നതാണോ രാജനീതി? ഇതൊരു രാജകൽപ്പനയല്ല. നമ്മുടെ ഈ ഗ്രാമത്തെ രക്ഷിക്കാനായി ഗ്രാമവാസികളുടെ മുന്നിൽ നിസ്സഹായനായ ഒരു രാജാവിന്റെ യാചനയാണിത്. അങ്ങയോടൊപ്പം എന്നും ഞങ്ങളുണ്ടാവും. തിരുമനസിന്റെ ആജ്ഞയെന്ന് കരുതി തന്നെ ഞങ്ങൾ ഇത് സമ്മതിക്കുന്നു. ആഴ്ചതോറും കന്യകയെ നറുക്കിട്ട് തീരുമാനിക്കാം. ഈ വിളംബരം എല്ലാ ഗ്രാമവാസികളെയും അറിയിക്കണം.
മാന്യമഹാജനങ്ങളെ, സെലീന ഗ്രാമം വാഴുന്ന പൊന്നു തിരുമേനി ലോമിയാസ് രാജാവ് അറിയിക്കുന്നതെന്തെന്നാൽ ഗ്രാമത്തിൽ നാശം വിതയ്ക്കുന്ന സത്വത്തിന് നൽകുന്നതിനായി ഗ്രാമവാസികളായ കന്യകമാരിൽ നിന്നും പൊന്നു തിരുമേനിയുടെ സാന്നിധ്യത്തിൽ കൊട്ടാരങ്കണത്തിൽ വെച്ച് ഓരോ വെള്ളിയാഴ്ചയും ബലി കൊടുക്കാനുള്ള പെൺകുട്ടിയെ നറുക്കെടുപ്പിലൂടെ രാജഗുരു തെരഞ്ഞെടുക്കുന്നതാണ്. എന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അനേകായിരങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന അവിടുന്ന് എനിക്ക് ധൈര്യം പകർന്ന് വിശ്വാസ തീക്ഷ്ണതയിൽ അടിയുറച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം ചൊരിയണമേ. ഈ ലോകത്തെ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവുള്ള അദൃശ്യനായ അങ്ങ് ആരാണ്? അങ്ങ് എവിടെയാണ് എന്ന് എന്റെ ജന്മദിനത്തിൽ ഈ നല്ല നാളിൽ ഞാൻ അങ്ങയോട് യാചിക്കുകയാണ്. കൊടും വിപത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഗ്രാമത്തെ, എന്റെ ഗ്രാമവാസികളെ രക്ഷിക്കണമേ. കടന്നുപോയ 17 വത്സരങ്ങളിൽ ആഘോഷമായി നടത്തിയിരുന്ന എന്റെ മകളുടെ പിറന്നാൾ ഈ വർഷം ഒരു ചുംബനത്തിൽ ഒതുക്കേണ്ടി വന്നത്. അതിലെനിക്ക് തെല്ലും സങ്കടമില്ല ദാദാ. നമ്മുടെ നാടും നാട്ടുകാരും കണ്ണീരൊടുക്കുമ്പോൾ ആഘോഷങ്ങൾ ഒഴിവാക്കിയ രാജാവിന്റെ മകളെന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. തിരുമനസ് മാപ്പാക്കണം. അങ്ങേ മുഖം കാണിക്കാനായി രാജഗുരു ആഗതനായിരിക്കുന്നു. നമ്മോടൊപ്പം വരും. രാജഗുരുവിന് വന്ദനം. അങ്ങയുടെ ആഗമന ഉദ്ദേശം പറഞ്ഞാലും. ഇന്ന് വെള്ളിയാഴ്ച സർപ്പബലിക്കുള്ള നറുക്കെടുപ്പിനായി ഗ്രാമവാസികൾ കൊട്ടാരമുറ്റത്ത് കാത്തു നിൽക്കുന്നു. സദയം ക്ഷമിക്കണം ഗുരു, നാം മറന്നു. ആരെവിടെ? അടിയൻ. ഗ്രാമവാസികളെ അകത്തേക്ക് ക്ഷണിക്കൂ. നമ്മുടെ ഗ്രാമത്തിന്റെ ദുഃഖത്തിൽ നാമും കുടുംബവും പങ്കുചേരുന്നു. ഇന്ന് നമ്മുടെ ഏക മകളുടെ ജന്മദിനമാണ്. ഗ്രാമം മുഴുവൻ ആഹ്ലാദത്തോടെ ആഘോഷിക്കേണ്ട ഈ സുദിനത്തിൽ ഇങ്ങനെയൊരു ദുർഗതി വന്നു ചേർന്നതിൽ ഗ്രാമവാസികളുടെ ഖേദത്തിൽ നാമും പങ്കുചേരുന്നു. നറുക്കെടുപ്പിന് വേണ്ട സാമഗ്രികൾ കൊണ്ടുവരും. രാജഗുരു അന്ന് നറുക്കെടുത്താലും. എങ്ങനെ വായിക്കും? അതാര് തന്നെയായാലും ശരി, നറുക്ക് വീണ കന്യക പെരുമ്പാമ്പിന്റെ ഇരയായി ഗുഹാമുഖത്തേക്ക് പോകുക തന്നെ വേണം. തിരുമനസായി, നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കുവാൻ, ആ സത്വത്തിനിരയാവാൻ വിധിക്കപ്പെട്ടത് മറ്റാരുമല്ല, അങ്ങയുടെ പുത്രി സലോമിയാണ്. ഇത് ഗ്രാമം എങ്ങനെ സഹിക്കും? അയ്യോ,
അയ്യോ, നമ്മുടെ പൊന്നു തിരുമനസിന്റെ മോളോ? ഇല്ല ഇല്ല മോളെ, അയ്യോ സമ്മതിക്കില്ല. ഇവളെ എനിക്ക് വേണം, ഞാൻ വിട്ടുതരില്ല. നമ്മുടെ മോളെ വിട്ടുതരില്ലെന്ന് പറയൂ തിരുമനസേ. നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നാടുനിന്നുള്ള പെരുമ്പറ കൂട്ടി വിളംബരം ചെയ്ത ലോമിയസ് രാജാവിന്റെ രാജകൽപ്പന രാജകുടുംബത്തിന് മാറ്റി രചിക്കാനുള്ളതല്ല. നിയമം രാജാവിനും ഗ്രാമവാസികൾക്കും ഒന്നു തന്നെയാണ്, ഒന്നു തന്നെ ആവുകയും വേണം. ഗുരു, ആ പെരുമ്പാമ്പനും ഇരയാകാൻ വിധിക്കപ്പെട്ട ബലികന്യകയെ ആചാരപ്രകാരമുള്ള ഒരുക്കങ്ങളോടെ ഗുഹാമുഖത്തേക്ക് അയക്കുവാനുള്ള ഏർപ്പാടുകൾ ഉടൻ തന്നെ ചെയ്യണം. അയ്യോ ഇല്ല, അയ്യോ മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. മോളെ, എന്റെ പൊന്നു കുഞ്ഞെ, ഞാൻ വിട്ടുതരില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുതരില്ല. ശാന്തരാകൂ, ശാന്തരാകൂ. മാതാശ്രീ, വിലപിക്കാതിരിക്കൂ. ഈ ഗ്രാമത്തിലെ എത്രയെത്ര കന്യകുമാർ ആ സത്വത്തിന്റെ ഭക്ഷണമായി. ഇതെന്റെ വിധി. നമ്മുടെ ഗ്രാമവാസികളെ രക്ഷിക്കാനായി ആ സർപ്പത്തിന്റെ ഭക്ഷണമാവാൻ എന്നെ സന്തോഷത്തോടെ പറഞ്ഞയച്ചാലും എന്റെ പൊന്നു മോളെ. പറയും ചേതനയിൽ ഓർമ്മകൾ എണ്ണം പോകുമ്പോൾ ഈറനണിയും മിഴിപ്പൂവിൽ മുഖമാകും മൊഴികളെ ചിറകുകൾ കരിയവേ അനുഭവം ഇരുളണി വഴികളിൽ കടലുകൾ കടലവേ അകമുറിയിടരവേ അനുഭവം വിട പറയും ചേതനയ വർണ്ണം വദനം മതലേ തെളിയുമ്പോ കരളിൽ ഒരു പൊൻകിരണം പൊഴിയുമ്പോ നീ
നിൽക്കൂ. കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന വിജനമായ ഈ വീഥിയിലൂടെ ഭവതി എവിടേക്കാണ്? കാഴ്ചയിൽ ഒരു ഉത്തമ രാജപുത്രിയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഇനി വഴിതെറ്റി നടന്നു നീങ്ങിയതാണോ? മരണത്തിലേക്ക് നടക്കുന്ന ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ രാജപുത്രി തന്നെ. പക്ഷേ ഗ്രാമത്തിലെ മറ്റു കന്യകകളെ പോലെ എന്റെയും ആയുസ് കുറികുടത്തിൽ നിന്നും ഉയർത്തിയെടുക്കുന്ന ചീട്ടിന്റെ മറവിൽ തന്നെ ഈ ഗ്രാമത്തെ വേട്ടയാടുന്ന കരാള സർപ്പത്തിനാൽ പിച്ചു ചീന്തി മരണത്തിലേക്ക് വഴുതി വീഴേണ്ട ഈര. നിൽക്കൂ. ഇല്ല, ഞാനിതിന് അനുവദിക്കില്ല. അദൃശ്യനായ സർവശക്തൻ ദാനമായി തന്ന ജീവൻ ദുഷ്ടശക്തികൾക്ക് മുന്നിൽ അടിയറ വെക്കാനുള്ളതല്ല. സത്യവാനും സർവശക്തനുമായ ദൈവത്തിന് തന്നെ തിരികെ നൽകുവാനുള്ളതാണ്. എന്നെ രക്ഷിക്കാനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു ആ സത്വത്തിന് ബലിയാവാതെ അങ്ങ് പോകൂ, ദൂരേക്ക് പോകൂ. തടാകജലം ഇളകുന്ന ശബ്ദം അങ്ങ് കേൾക്കുന്നില്ലേ? ഇരവിഴുങ്ങാനുള്ള ആർത്തിയോടെ ഏത് നിമിഷവും ആ ഘോരസർപ്പം എത്തും. അതിനു മുമ്പ് അങ്ങ് രക്ഷപ്പെടൂ. പോകാം. ആ ഘോരസർപ്പത്തെ നിഗ്രഹിച്ച് ഭവതിയെയും ഗ്രാമത്തെയും രക്ഷിച്ചതിനു ശേഷം പോകൂ. ദൈവം സൃഷ്ടിച്ച ഈ ഗ്രാമത്തെ കൈയടക്കി ഗ്രാമവാസികളെ പിച്ചു ചീന്തി നിഷ്ഠൂരമായി കൊന്നൊടുക്കി ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന ഹേ സർപ്പമേ, ഞാൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സത്യവാനായ എന്റെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നെ കീഴ്പ്പെടുത്തുവാൻ ഈ വർഗീസിത നിന്നെ പോരിൽ വിളിക്കുന്നു. ആകാശത്തോളം ഉയരാനും ഭൂമിയെ ഭസ്മമാക്കാനും കരുത്തുള്ള നാം അധിവസിക്കുന്ന ഈ ഗുഹാ കവാടത്തിന് മുന്നിൽ നിന്നും ധിക്കാരം കാട്ടി വെല്ലുവിളി ഉയർത്തുന്ന നീയാണ് എന്റെ ആദ്യത്തെ ഇര. ഉടമ്പടി പ്രകാരമുള്ള എന്റെ അന്നം മുടക്കിയ നിന്നെ ഞാൻ രക്ഷകനായ യേശുനാഥ, അങ്ങേൽപ്പിച്ച ഈ ദൗത്യം ഈ കരങ്ങളാൽ പൂർത്തീകരിക്കുവാനുള്ള ദൈവാനുഗ്രഹം എന്നിൽ നിറയ്ക്കണമേ.
നമ്മുടെ മകളെയും ഈ ഗ്രാമത്തെയും ഘോര സർപ്പത്തിൽ രക്ഷിച്ച് നമ്മുടെ മാനം കാത്ത ഈ ധീരയോദ്ധാവിന് അഭിനന്ദനങ്ങൾ. ഈ രാജ്യത്തിന്റെ പകുതിയും നമ്മുടെ സ്വത്തുവകകളും പിന്നെ നമ്മുടെ എല്ലാമെല്ലാമായ പ്രിയപുത്രി സലോമിയെയും അങ്ങേക്ക് പ്രതിഫലമായി നൽകാനാണ് നമ്മുടെ തീരുമാനം. തിരുമനസിന് ക്രിസ്തുദാസനായ ഗീവർഗീസിന്റെ പ്രണാമം. മോളെ, എന്റെ പൊന്നു മോളെ, നിന്നെ തിരിച്ചു കിട്ടില്ല. എന്റെ ഈ ചെയ്തികളൊന്നും തന്നെ പാരിതോഷികങ്ങൾ നേടുന്നതിനോ ഈ ലോകസുഖങ്ങൾ അനുഭവിക്കുന്നതിനോ വേണ്ടിയായിരുന്നില്ല. ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ ആജ്ഞപ്രകാരമാണ്. ആരാണ് അദ്ദേഹം? വിശദീകരിച്ചാലും. ഈ ലോകത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനായി ഭൂമിയിൽ ജീവിച്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുദേവൻ ഈ ലോകത്തെ രക്ഷിക്കാൻ ഇനി അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അങ്ങ് വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ നന്മയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആ പാതയിലേക്ക് ഞങ്ങളെ നയിച്ചാലും പ്രഭു. ആരവിടെ? നമ്മുടെ സൈനികനായി നിന്ന് നമുക്കെതിരെ വചനം പ്രഘോഷിച്ച് നമ്മുടെ പ്രജകളെ അവന്റെ ആ നസറേത്തുകാരന്റെ ശിഷ്യരാക്കുന്ന ആ ചെറുപ്പക്കാരനെ, ആ ഗീവർഗീസിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ. പോകൂ. അത്യുന്നതങ്ങളിൽ വാഴുന്ന സ്വർഗസ്ഥനായ എന്റെ പിതാവേ, അങ്ങയുടെ നിർദ്ദേശപ്രകാരം വചനം പ്രഘോഷിക്കുന്നതിന് എന്നെ പീഡിപ്പിക്കുന്ന എന്റെ സൈനിക സഹോദരങ്ങളോട് പുറക്കേണമേ. തുടർന്നും വചനപ്രഘോഷത്തിലൂടെ ഗ്രാമീണരെ മാനസാന്തരപ്പെടുത്തി അങ്ങയോട് ചേർക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. വചനം പ്രഘോഷിച്ച് ഗ്രാമങ്ങളെ ശുദ്ധീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ. ദയാകൃഷ്ണൻ ചക്രവർത്തി നിനക്ക് വിധിച്ചിരിക്കുന്നത് മരണമാണ്, മരണം. അത്യുന്നതങ്ങളിൽ വാഴുന്ന തമ്പുരാനെ, ഈ സഹോദരങ്ങളോട് പൊറുക്കണമേ. നടക്കാം. നാൽക്കവലകൾ തോറും വാചകമടിച്ച് നീ പെരുപ്പിച്ച് വളർത്തിയ നസത്തിലെ ആ തച്ചനില്ലേ, അവനെ വിളിക്ക് നിന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിക്കാൻ.